നന്ദനന്ദന സുന്ദരരൂപ കാരുണ്യ സിന്ധു ജഗന്മോഹന കൃഷ്ണ. ശബ്ദ സൗകുമാര്യം കൊണ്ടും ഭാവാത്മകത കൊണ്ടും ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയ സോപാന സംഗീത രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഏറെ പ്രശസ്തനായ ഗായകനാണ് ശ്രീ ഏലൂർ ബിജു. സോപാന സംഗീതത്തിൽ സ്നേഹം ചാലിച്ച ഈ ദേവഗായകൻ കലാകാരന് സമൂഹത്തോടുള്ള കടപ്പാട് തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് സമർപ്പിച്ച ജീവകാരുണ്യ സ്പർശം, അതാണ് ഏലൂർ ബിജു സ്നേഹസോപാനം എന്ന പ്രസ്ഥാനം. ഹേ ഗിരിധാരി കൃഷ്ണമുരാരി മാനസരഞ്ജിത ഘനശ്യാമവർണ്ണ. നിർധനരായവരെ വിവിധ രീതിയിൽ സഹായിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് സ്നേഹസോപാനം എന്ന പ്രസ്ഥാനം ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ചെറിയ സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ഏലൂർ ബിജു സ്നേഹസോപാനം ഒരു ജീവകാരുണ്യ സ്പർശം എന്ന എളിയ പ്രസ്ഥാനം കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടേണ്ടതുണ്ട്. പീതാംബരധാരി പ്രേമസ്വരൂപൻ പീഡകൾ തീർക്കുവാനെന്നുവരും പീതാംബരധാരി. അതിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വരുന്ന 21-ാം തീയതി, അതായത് 2024 ഡിസംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ആനന്ദ സംഗീതം 2024 എന്ന പരിപാടി അഭിമാന പുരസ്സരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആകഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം. ഈ അവസരത്തിൽ ഏലൂർ ബിജു സ്നേഹസോപാനം മുന്നോട്ട് വയ്ക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് നിർവഹിക്കും. വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞുക. ഈ സായാഹ്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നേ ദിവസം ശ്രീ ഏലൂർ ബിജുവിൻ്റെ 200-ലധികം ശിഷ്യർ ഒരേ സമയം വേദിയിൽ സോപാന സംഗീതം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കുള്ള കാൽവയ്പാണ്. ചമ്പകപ്പൂഗന്ധമോലും ചാരുരൂപേ ചന്ദ്രഹാസേ ചമ്പകപ്പൂഗന്ധമോലും. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നു. ഈ സോപാന സംഗീത സായാഹ്നത്തിൻ്റെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ശ്രീമതി മേതിൽ ദേവിക നിർവഹിക്കും. ഹരിഹരതനയ ദേവ ശ്രീമണി കണ്ഠ വരമേഘൂ ശബരി നാഥ. സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജിയുടെ മഹനീയ സാന്നിധ്യവും തദവസരത്തിൽ ഉണ്ടാകും. മാരമാരകവീരനന്ദനൻ മാധവസുതൻ അയ്യപ്പൻ മന്ദമാരുത സേവിതൻ. അതിനുശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീ ഏലൂർ ബിജുവിൻ്റെ സംഗീതത്തിലെ ഗുരുനാഥൻ ശ്രീ ഉദ്യോഗമണ്ഡൽ വിജയകുമാർ, സോപാന സംഗീതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച് ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ, ഇടയ്ക്ക എന്ന വാദ്യത്തിന് പ്രചുര പ്രചാരം നേടിയെടുക്കാൻ യത്നിച്ച ശ്രീ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് എന്നീ പ്രഗത്ഭ കലാകാരന്മാരെ സുവർണമുദ്ര നൽകി ആദരിക്കുന്നു. ചേലോടയൻ ഹൃദയതന്ത്രി മുരളിയാക്കി ചേതോഹരം മധുരഗീത സുധയൊഴുക്കി ചേതസ്സിൽ വാഴുമൊരു. ഈ അവസരത്തിൽ സോപാന സംഗീതത്തിലെ വിവിധ ബാണിയിലെ പ്രശസ്ത കലാകാരന്മാരെ ആദരിക്കുന്നു. കൂടാതെ സോപാന സംഗീത രംഗത്തെ മുതിർന്ന കലാകാരന്മാരെ ഗുരുദക്ഷിണ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. അരമണി കിങ്ങിണി അരയിലാണെങ്കിലും
ആമണിക്കിലുക്കമെൻ അകതാരിലല്ലേ അരമണി. അതിന് അടുത്ത ദിവസം നടക്കുന്ന സമൂഹ വിവാഹത്തിൽ ഒരു കുട്ടിയുടെ വിവാഹ ചെലവുകൾ വഹിക്കുന്നത് സ്നേഹസോപാനം കൂട്ടായ്മയാണ്. സുമനസ്സുകളുടെ സഹായത്താൽ വൈകാതെ തന്നെ അർഹതപ്പെട്ട ഒരാൾക്കെങ്കിലും വീട് നിർമ്മിച്ച് നൽകണമെന്ന ലക്ഷ്യവും ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നു. അഴനീറ്റും മനമതിൽ അലിയും വെണ്ണയായി അലിവേകിടില്ലേ. പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ വലിയ പരിപാടിയിലേക്ക് എല്ലാവരുടെയും സജീവ സാന്നിധ്യവും സഹകരണവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വാസുകി പരിവിശോഭിതം വിമലഭക്ഷസുംഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. സ്നേഹസോപാനം കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ജീവകാരുണ്യ പദ്ധതികളിലേക്ക് എല്ലാ സുമനസ്സുകളുടെയും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഏവരെയും എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഡിസംബർ മാസം 21 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വാസുകി പരിവിശോഭിതം വിമലഭക്ഷസുംഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ.